അളിയനാണെങ്കിൽ ഇവിടെ വെച്ചൊരു ഫ്ലിപ്പ് അടിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാലൻസ് പോയി. ആളെ നേരെ വന്ന് ലാൻഡ് ചെയ്തത് കാലിടിച്ചിട്ടാണ് വന്ന് വീണത്. ആ സ്കൈ ഒക്കെ കണ്ടില്ലേ ഈ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ? പൊളിയല്ലേ ഇത് കണ്ടോ? ഈ സീ ഫേസിങ് റെസ്റ്റോറൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബഡ്ജറ്റിലുള്ളത് ഇത് തന്നെ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾഡ് കോഫി ഹൗസ്. ചേട്ടന്മാരും ഉണ്ട്. ഇപ്പോൾ നല്ല കിടിലൻ ലൈറ്റാണ്. പക്ഷേ ഇത് ഇച്ചിരി ഓവറാണ്. മണി 5:45 കഴിഞ്ഞല്ലേ? പക്ഷെ എന്നാലും ഒരു യെസ് ഇത് 5:45 ടൈം. ഫോക്കസ് ആവൂല അത്. അപ്പോൾ 5:45 നമ്മളിതാ 3 ചായ പറഞ്ഞിട്ടുണ്ട്. മെനു ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് തന്നെ കഴിക്കാം അല്ലേ? യെസ്, ലൈറ്റായിട്ട് എന്തെങ്കിലും തന്നെ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ പറഞ്ഞോ. ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ വാരി വിതറിയിട്ടിട്ടുണ്ട്. ഫുഡ് റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞോ? അടിപൊളി. പക്ഷെ ചായ കൊള്ളാം കേട്ടോ. വേണ്ടോ ഈ ഒരു വൈബിൽ ഈ ചായ? ഓ പൊളി. ഇവിടെ അതാണ് കേട്ടോ, ഭയങ്കര ആംബിയൻസ് ആണ്. ഇപ്പോൾ ക്രൗഡ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവർ ടേബിളൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്തോളൂ. വൈകിട്ടാണ് ഇവിടെ നല്ല തിരക്കാവുന്നത്. ഒരു 6 മണിക്ക് ശേഷം സൂര്യനൊന്ന് നന്നായിട്ട് അസ്തമിച്ച് വരുമ്പോഴാണ് നല്ലൊരു വൈബ് വരുന്നത്. അത്രയേരം ഇച്ചിരി കടുപ്പമാണ്. നമ്മുടെ ഫേസ് ഒന്ന് കാണിച്ചേ. ഉണ്ടോ? ഓ, ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും അടിക്കുന്നത്. കണ്ണു തുറക്കേണ്ടി വയ്യായിരിക്കും. കഷ്ടപ്പെട്ട് കൊണ്ടാലും കുറച്ച് ടൈം കൂടെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫില്ലാവുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഫില്ലാവും. രാത്രിയാണ്, നൈറ്റാണ് ഇവിടെ, നൈറ്റ് ലൈഫാണ്. യെസ്, നൈറ്റ് പെട്ടെന്ന് ഫില്ലാവും. പക്ഷേ അതിന് മുന്നേ വന്ന് സീറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് കുറച്ചൊക്കെ പതുക്കെയൊക്കെ ഓർഡർ ചെയ്ത് എന്തെങ്കിലും മീറ്റിങ്ങും ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് നേരം വന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് ചില്ലായി പോകും. നല്ലൊരു വൈബ് സ്ഥലമാണ്. ബഡ്ജറ്റ് അല്ലേ? നല്ലൊരു ബഡ്ജറ്റിലാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ സീ ഫേസിങ് റെസ്റ്റോറൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബഡ്ജറ്റിലുള്ളത് ഇത് തന്നെ ആയിരിക്കും അല്ലേ? കോവളത്തൊക്കെ നല്ല വിലയില്ല എല്ലാത്തിനും. അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഫുഡെല്ലാം കോവളത്ത്. അത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോവളം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റേറ്റ്സ് അഫോർഡബിൾ ആണ്. ഞാൻ എന്തെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതേ റേറ്റ്സ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ 100 ഉണ്ട്. നോർമലി 70-80 പക്ഷേ എന്തായാലും ഇത് ഇത്രയും നല്ലൊരു ആംബിയൻസും വൈബൊക്കെ ഉള്ളപ്പോൾ ഇത് ഓക്കെയാണ്. ചപ്പാത്തി, പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട. പൊറോട്ട 18 ഉണ്ട്. അത് ഇച്ചിരി റേറ്റ് ആണ്. എന്നാലും കുഴപ്പമില്ല. പ്രൈസ് ഇതാണ്. ഈ ഒരു സീ ഫേസിങ് റെസ്റ്റോറൻ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാത്ത പ്രൈസ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഫുഡിൻ്റെ ക്വാളിറ്റി കൂടെ നോക്കിയിട്ട് പറയാം. നമ്മളെന്തായാലും വലുതായിട്ടൊന്നും അങ്ങനെ ഓർഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് വൈകിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാം. യെസ്, മെയിനായിട്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നുമല്ല, വൈബാണ്. ഇത് കണ്ടോ, ഇത്രയും സീറ്റിങ്സ് ഉണ്ട്. നല്ല പൊളിയാണ്. എന്തായാലും നീ പറഞ്ഞേ? 12 മണിക്കാണ് ഓപ്പണിംഗ്. യെസ്, ഉച്ചയ്ക്കല്ലേ? രാത്രി എത്ര മണി വരെ ഗൂഗിൾ നോക്കിയിട്ട് പറയാം. അത് നമ്മളിവിടെ ഒന്ന് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. രാത്രി കുറച്ച് ടൈം വരെ കാണും എന്തായാലും. ഇതിവിടെ ഇപ്പം പണിയൊക്കെ നടക്കുവാണ്. ശംഖുവും ബീച്ചിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പൊളിയായിരിക്കും. രാത്രി 11 മണി വരെ. 11 വരെ അല്ലേ? യെസ്, രാത്രി 11 മണി വരെ ഉണ്ട്. നിങ്ങൾക്കൊരു 6-6:30 ശേഷം വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഫുള്ളായിട്ട് അസ്തമിച്ച് നല്ലൊരു വൈബ് ടൈമായിരിക്കും. അത് തൊട്ടൊരു 8 മണി വരെയൊക്കെ പൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ ഓൾഡ് കോഫി ഹൗസിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കിടിലം വ്യൂ ആണ്. നേരിതാ കടലാണ് കാണുന്നത്. ഇവിടെ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫുള്ളിതാ പണിയൊക്കെ നടക്കുകയാണ്. അങ്ങൊക്കെ കണ്ടോ, അങ്ങ് ദൂരെയൊക്കെ പണി നടക്കുമെന്ന്. വേറെ ഒന്നുമല്ല, ഈ ഒരു സീസണിൻ്റെ ഇതായിട്ട് നമ്മുടെ കടലൊക്കെ നന്നായിട്ട് കയറി ഈ സൈഡിലുള്ള എല്ലാം പോയി. ഇവിടെ ഫുള്ള് പോയി. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഫുള്ള് വർക്ക് കിടക്കുവാണ്. ഇവിടെ പക്ഷേ പുതിയതായിട്ട് കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ദേ കാണുന്ന ആ ഒരു സ്പോട്ട് കണ്ടോ, അവിടെ ആയിരുന്നു ആ ഒരു ബെഞ്ച്. അതിൻ്റെ തൊട്ട് താഴെ വരെ ഫുള്ള് ഇതാണ്, ഫുള്ള് ബീച്ചാണ്. നമുക്ക് ഇവിടെ ഫുള്ള് ബീച്ചാണ്. അങ്ങ് താഴോട്ടൊക്കെ ഭയങ്കര അടിപൊളി വൈബാണ്. പക്ഷേ കടൽ കയറിയതിന് ശേഷം ഇതാണ് ഇപ്പോൾ നമ്മുടെ ശംഖുവം ബീച്ചിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ബീച്ചാണ് ട്രിവാൻഡ്രത്ത്. എന്ന് വെച്ചാൽ രാത്രിയല്ല, വെളുപ്പാങ്കാലം നമുക്കൊരു 3 മണി 4 മണി ആയിരുന്നാലും ഫാമിലീസ് വന്നിരുന്ന് എൻജോയ് ചെയ്യുന്ന ട്രിവാൻഡ്രത്തെ ഒരൊറ്റ ബീച്ചാണിത്. കോവളത്തുമുണ്ട്, പക്ഷേ ഇത്രയ്ക്കധികം ക്രൗഡ് കോവളത്തൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. ഇവിടേക്ക് എപ്പോഴും ഫുള്ള് ഭയങ്കര തിരക്കാണ്. ഭയങ്കര ക്രൗഡുള്ള ഒരു ബീച്ചാണ്. അത് വെളുപ്പിനെ 4 മണിക്ക് 5 മണിക്കൊക്കെ പോലും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്കധികം നൈറ്റ് ലൈഫ് ഓപ്പർച്യൂണിറ്റി ട്രിവാൻഡ്രത്ത് കൊണ്ടുവരുന്ന ഏക ബീച്ചാണ് ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്.
ഭയങ്കര വൈബാണ്. നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല ഇപ്പം ആകെപ്പാടെ ശോകമായിട്ട് കിടക്കുന്നത്. പക്ഷേ എന്തായാലും ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സെറ്റാവും ഉറപ്പാണ്. ആ ബീച്ച് കൂടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. അവിടെ നമുക്ക് ജിയോ സഹായത്തോടെയൊക്കെ അവിടെ നമുക്ക് ബീച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ആ ഒരു പോർഷൻ ഫുള്ള് ബീച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടെ അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് എന്താണ് സംഭവം. ഇപ്പോൾ കടൽ ഭയങ്കര റഫായിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും. അതായിരിക്കും ഇവിടെ വേറെ വർക്ക് പ്രോഗ്രസ് നടക്കാത്ത. ഈ ഫുട് പാത്തും ഇതൊക്കെ എന്തായാലും നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. ഈ ലൈറ്റ്സൊക്കെ ഇപ്പോഴാണ് പുതിയതായിട്ട് വന്നത്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല. ശംഖുമുഖം വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ച് ഇൻ കേരള എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ ശംഖുമുഖം എന്തായാലും മാറും, ഉറപ്പുണ്ട്. ഇതെവിടെയൊക്കെ കണ്ടത് ഇപ്പോഴേ ക്രൗഡായി ഫുള്ള്. ഈ സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഫ്ലാഷ് മോബ് ചെയ്തത്. അതായത് നമ്മുടെ കോളേജിൻ്റെ ഒരു ഫ്ലാഷ് മോബായിരുന്നു. നോക്കട്ടെ, ആ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ സൈഡിൽ കാണിച്ചു വയ്ക്കാം. എനിക്ക് അതിൽ ഭയങ്കര റെസ്പെക്റ്റായിട്ട് തോന്നിയൊരു സംഭവം, അതായത് ഇന്നും ഓർമ്മയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വിഷ്ണു, നമ്മുടെ കൊറിയോഗ്രാഫർ അളിയനാണെങ്കിൽ ഇവിടെ വെച്ചൊരു ഫ്ലിപ്പ് അടിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാലൻസ് പോയി. ആൾ നേരെ വന്ന് ലാൻഡ് ചെയ്തത് കാലിടിച്ചിട്ടാണ് വന്ന് വീണത്. പക്ഷേ തൊട്ടടുത്ത സ്റ്റെപ്പ് ആൾ ചാടി എഴുന്നേറ്റ് കളിച്ചു. എൻ്റെ പോലെ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് നമ്മുടെ GTA 5 ഭുവൻ, ആശാൻ, വിഷ്ണു അവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അന്ന്. രണ്ടുപേരും വിഷ്ണുവാണ്. വിഷ്ണു സ്ക്വയർ ആയിരുന്നു രണ്ടുപേര്. അപ്പോൾ ആശാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു അന്ന് ഫ്ലാഷ് മൂവിൻ്റെ ആ ഡാൻസ് കൊറിയോ ചെയ്തത്. അത് നല്ലൊരു ഫ്ലാഷ് മൂവായിരുന്നു. നല്ലൊരു വൈബ്, അടിപൊളി സംഭവമായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെത്തി. ജസ്റ്റ് വൈകിട്ടായതുകൊണ്ട് ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് മിൻറ്റ് ലൈം ടീ ആണ്, അത് ലൈം ടീ ആണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് 100 ആണ്. ഇത് ചിക്കൻ സാൻഡ്വിച്ചാണ്, ഇത് 100 ആണ്. പിന്നെ ചിക്കൻ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഓംലെറ്റ്, ഇത് വെറൈറ്റി ആയിരിക്കും, എന്തായാലും കഴിച്ച് നോക്കാം. അതും 120 ആ റേഞ്ച് എന്തോണെന്ന് തോന്നുന്നു. ഒരു ലൈം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, അപ്പോൾ ലൈം എത്തിയിട്ടുണ്ട്. ഇത്രയും തന്നെയാണ്. നമ്മളെന്തായാലും ഒന്ന് കഴിക്കട്ടെ. ഇവിടെ നമ്മുടെ ആശാൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ആളങ്ങ് താന്നു പോകും, പിന്നെ കിട്ടില്ല. ഇപ്പോൾ എത്രയായി? ടൈം എത്രയായി? 6:17. 6:17 ആയപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് കണ്ടോ? നോക്കിയേ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിയേ, പൊളിയല്ലേ? കിട്ടില്ല, നല്ല വൈബ്. ഇവിടെ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എന്തായാലും നമുക്ക് സംഭവം കഴിച്ചിട്ട് അപ്പം ഫുഡ് ഇതാ കഴിച്ച് കാണിച്ച് ഏകദേശം ഹാഫായിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ ഭയങ്കര എന്ന് പറയാനായിട്ടുള്ള സംഭവമില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ലൈം എങ്ങനെ ഉണ്ടായിരുന്നു? ലൈം നോർമൽ ലൈം തന്നെയായിരുന്നു. ടീയും എല്ലാം നോർമലായിട്ട് തന്നെയാണ് തോന്നി. ഭയങ്കര എക്സ്ട്രാ ഓർഡിനായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതാണ്, സ്നാക്സ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. സീ ഫുഡായിരിക്കും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും. ഇവിടുത്തെ ആംബിയൻസ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. ബൈ ഓക്കെ. ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ബാച്ച്മേറ്റാണ്. യെസ്, ചേട്ടൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടുത്തെ മെയിനായിട്ട് പറയാനുള്ള ആംബിയൻസ് ആണ്. ഭയങ്കര പീസായിട്ട് വന്നിരുന്ന് കഴിക്കാനായിട്ടും എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഒറ്റയ്ക്ക് വന്നിരുന്നാലും ഒടുക്കത്തെ പീസാണ്. ഈ കടലിൻ്റെ തിരമാലകളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യേണ്ടതാണ്. അടുത്തൊരു കിടല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഇതാണ് നമ്മുടെ ഓൾഡ് കോഫി ഹൗസിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. വേണ്ടോ, ഇത്രയും ടേബിൾസും കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് കാണിക്കുന്നില്ല, അവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ അങ്ങനെ കാണിച്ച ആ ഒരു കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ. എന്തായാലും വൈകിട്ടായി, ഇനി അങ്ങ് പെട്ടെന്ന് ഇരുട്ടാവും. ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഇതേ കണ്ടോ, ഇപ്പോഴേ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇത് പുറമേ നോക്കാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. നമുക്ക് ആ താഴെ ഇറങ്ങി നിന്നിട്ട് ഇവിടുത്തെ വ്യൂ കാണിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇത് അവിടെ ഒരു ഓൾഡ് കോഫി ഹൗസിൻ്റെ വലിയ ബോർഡൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് അവിടെ നിന്നൊക്കെ നോക്കാനായിട്ടേ. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ് ഈ സംഭവം. ഇതാണ് നമുക്ക് ഓൾഡ് കോഫി ഹൗസിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈറ്റൊക്കെ പോയി ശോകമായിട്ടുണ്ട്. കണ്ടോ, നല്ല വൈബാണ് സംഭവം. ആ സ്കൈ ഒക്കെ കണ്ടില്ലേ ഈ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ, പൊളിയല്ലേ? ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ നേരത്തെ ഇരുന്ന റെസ്റ്റോറൻറ്റ് വരുന്നത്.